ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. വീണ്ടും നമ്മ ഒരു മാസത്തിന് ശേഷം വരുന്നത്. ഞാൻ നോക്കി ലാസ്റ്റ് 28, 29 ലോകയൊന്നല്ല, ലോകത്തിന് ഒരു മാസം. ഹൃദയപൂർവ്വം അതില് പിറ്റേ ദിവസം അങ്ങനത്തെ ഉണ്ടായത് ഒരേ സമയത്ത് തന്നെ ഇറങ്ങിയത്. ഹൃദയപൂർവ്വം കാണാൻ വന്നത് ബൾട്ടി എന്ന് പറഞ്ഞ കബഡി അങ്ങനത്തല്ല അറിയില്ലേ? പക്ഷെ ഇതിലാകെ കബഡി ഉണ്ടല്ലോ, പിന്നെ കബഡി ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ ഈ അടിയാളക്കെല്ലാം കബഡി കളിക്കാൻ പോകാൻ ചെക്കനുണ്ട് നമ്മളെ കൂട്ടത്തിലെ അറിയുന്ന ഒരു കമന്റ് കേട്ടാ. ആരാന്ന് ഇവര് വിളിച്ചോണ്ട് വന്നതാണല്ലേ? വിളിച്ചോണ്ട് തന്നെയാണ് പുതിയ ഏടത്തന്മാരെ പുതിയ ഇതുവരെ കാണൂ. പിന്നെ ഇടുന്ന് ഇല്ലെങ്കി ഇവരെ കാണില്ല. ഇല്ലെങ്കിൽ അങ്ങോട്ട് ഇങ്ങനെ നിന്നിട്ട് കണ്ണും കാണൂല തെന്നും കാണൂല. മറ്റേ ഏതോ പടത്തിലുണ്ടോ ഇങ്ങനത്തെ കണ്ണട മേടിച്ചിട്ടുണ്ട്. ഒരു പടത്തിന്റെ പേര് പോലും അറിയാണ്ട് റിവ്യൂ പറയുന്നത് വെട്ടി വരും താഴെ. അതങ്ങനെ ഉച്ചക്കല്ലേ വിളിച്ചു വെച്ചിട്ട് പടം കൊണ്ടു വെച്ചിട്ട് ഞാൻ പറഞ്ഞ എന്നോട് വരുന്ന സെക്യൂരിറ്റിക്ക് മോനെ ഏത് പടം ഞാനറിയില്ല. ഞാനില്ല നോക്കിയതല്ലേ, ഞാൻ സ്ക്രീൻ കണ്ടില്ല പടം. അത് പേരൊന്നും പറഞ്ഞു പടം കിടിലം പടം, നൈസ് പടം, കണ്ടിരിക്കാൻ നല്ല രസമാണ്. എന്റർടൈൻമെന്റ് കണ്ടിരിക്കാൻ ഇങ്ങനെ ഫൈറ്റ് ഫുൾ ഫൈറ്റ് ആണ്. അത് നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഫൈറ്റ് ആണ്. ഫസ്റ്റ് സീൻ കണ്ട വിചാരിച്ച സുമതിയോളം കണ്ടില്ല മോനെ. അതിലത്തെ ഫൈറ്റെല്ലാം ഉണ്ട്. അത് കയറിട്ട് വലിക്കുന്ന അതിലും എല്ലാത്തിലും. എന്നോട് പറഞ്ഞ സുമതിയോള് കിടില്ല തന്നെ കൊറേ ആള് വരുന്നേട്ടെ. അടിപൊളി പടാന്ന്, നല്ല കിടിലും നല്ല മേക്കിംഗ് ഒക്കെ നല്ല ഫൈറ്റിൽ വന്നാ വെച്ചാല് ഇത് മെയിൻ കബഡിയാന്ന് അറിയാലോ. അപ്പൊ ഫൈറ്റില് ഇവരെന്തുകൊണ്ടാണ് ലോജിക് ഉണ്ടാവില്ല പടത്തില്. ഇവരിങ്ങനെ അടി കൂടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവർക്ക് അടി കൂടിയിട്ട് അതന്നെ തുടരും. എന്തുകൊണ്ടാണ് ഇവർ അടി കൂടിയിട്ട് ജയിക്കാൻ പറ്റുന്നത്? അതെല്ലാ ഫൈറ്റിലും ഉണ്ട്. ഇവരെ എല്ലാ ഫൈറ്റിലും ആ കബഡിയിൽ ഇല്ല. എന്നാലും ഞാൻ വിചാരിച്ച മാർക്കോന്റെ ഫൈറ്റ് ആയിരിക്കും. മറ്റേ ഇങ്ങനെ വരുന്നില്ല, ഇവരെ ലോഡ്ജിൽ അടി ചെയ്യുന്നില്ലേ? അക്കത് കണ്ടിരിക്കാൻ പറ്റില്ല. അല്ല മാർക്കോന്റെ ലീഡ് ഭയങ്കര ഒരു മിനിറ്റ് റീല് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ കൊറേ ആൾക്കാർ വന്നിട്ട് സെക്കൻഡ് ഹാഫ് ആകുമ്പോ പോയിന്. ഈ നാലാളെ ഞാൻ ആലോചിക്കുന്നതല്ല, ഇത്ര ആള് അവരടിക്കാൻ കോർണർ സീറ്റ് ഇത്ര ആള് ഞാൻ പറഞ്ഞു ഇത്ര ആള് ഇവരടിക്കാൻ വരുന്നുണ്ട്. ഇവര് 4 ആൾ അവരെല്ലാം അടിച്ചിരുന്നു. അതങ്ങനെയാണ്. അത് നമ്മളിപ്പോ അക്സെപ്റ്റ് ചെയ്യണത്. ഞാനത് ആലോചിക്കുന്നുണ്ട്. 19 വയസ്സിലെ ആൾക്കാര് ഇവിടെ ഇങ്ങനെ ആക്കി അടിക്കും. അത് നിങ്ങളെ കുഴപ്പമില്ല. അടിപൊളി സിനിമയാണ് ഗൈസ്, പോയിരിക്കും വേണം കാണാം. അപ്പൊ ഇനി അടുത്ത ദിവസം നമ്മൾ കാന്താരൊക്കെ പോകുന്നുണ്ട്. നമുക്ക് ജീവൻ ഉണ്ടെങ്കിൽ നമ്മളുടെ റിവ്യൂ പറയും. അത് ഫേക്കാണ്, അത് ഫേക്കാണ്, മറ്റേത് റിയലാണ്. ഇവനാ പറഞ്ഞു, ഞാനാ പറഞ്ഞു ഫേക്കാണ്. ഞാനൊരു പോസ്റ്റ് അയച്ചെന്നില്ല, എനക്കറിയില്ല ഞാൻ ചിക്കൻ ചിത്തൊന്നിന് വരാൻ പറ്റുമോ? അതിൽ അയാൾ പറഞ്ഞ ചെരുപ്പ് ഊരിട്ട് കയറണം. ഇല്ലൂടെ ഇത്രയോടും പറഞ്ഞ മറ്റേ ചാവുന്നത് ഫേക്ക് അല്ല, അത് ഒറിജിനൽ ഉണ്ടായതാണ്. ചിക്കൻ നിന്നിട്ട് കണ്ടല്ലേ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പരിക്ക് പറ്റുന്നായിരിക്കൂലേ? അല്ലല്ല പറഞ്ഞെന്തോ ഉണ്ട്. നമ്മ ഇന്ന് സിനിമ നിങ്ങെന്തെല്ലാം ഇപ്പൊ അറിയുന്നേ? നമ്മ കാണാൻ വന്നിട്ടുള്ളത് ശാന്തിയിലാട്ടാ. അപ്പം ഓക്കെ, ഇനി നമ്മള് അടുത്ത് ഈ സിനിമയെ കുറിച്ചിട്ടൊന്നും കഴിഞ്ഞു. ഇത്രയും അടിപൊളി സിനിമയാണ്, എല്ലാരും വന്ന് കാണുക. ആരുടെ മൂത്രിക്കാൻ പ്രത്യേക ശ്രദ്ധയ്ക്ക് ആരുടെ മൂത്രിക്കാൻ ടോയ്ലറ്റ് നേരെ ഓപ്പോസിറ്റ് ഡോറിങ്ങനെ എടുത്ത് വെക്കണം. പക്ഷെ അപ്പം പടം പറഞ്ഞു, പടം അടിപൊളിയാണ്. അങ്ങനെ വേറെ കഴിഞ്ഞ വീക്ക് ഇറങ്ങിയ പടാണ്. പായസം ഇങ്ങനെ കാരണമാണ് അത് നമുക്ക് ഈ ഓരോ സീവനില്ല പറഞ്ഞു, ഓരോ സീവനില്ല എന്ന് പറഞ്ഞു. പക്ഷെ നമ്മ വന്ന് ലാസ്റ്റ് നമ്മൾ വീണ്ടും അല്ല എന്നാ ഓക്കെ. അല്ല എന്നാ വേറെ എടുത്തു പറയണ്ട. ഷൈന്റെ എല്ലാരും പെർഫോം അങ്ങനെ ഒന്നും കുറവൊന്നുമില്ല. എല്ലാവരും അടിപൊളിയാണ്, പെർഫെക്റ്റ് പോലെ ആയിരുന്നു ഉണ്ടായത്. വലിയ വിട്ടുവീഴ്ചയൊന്നും ഉണ്ടായിട്ട. മ്യൂസിക് ആണെങ്കിലും സബ് ടൈറ്റിൽ എന്തിനാ കൊടുത്തതെന്നറിയില്ല. ബിഗ് ബോസ് അറിയില്ല. ഒരാളുണ്ടാവും കൂടെ, നാഗമ്മരെന്ന് ഞങ്ങൾക്കറിയില്ല. പെണ്ണുങ്ങള് അതന്നെ ഇതില് മെയിൻ മറ്റേ ഇന്ദ്രജിത്തിന്റെ വൈഫ് വരുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. അതിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു പെണ്ണുങ്ങളുണ്ട് ഇങ്ങനെ ജീമാരെ കൂടെ. ആ പെണ്ണുങ്ങൾ എന്താ പറയും ഇങ്ങനെ വെക്കുക. ഒരു ലാസ്റ്റ് എന്താ ഞാൻ വിചാരിച്ച ഒരു ഡയലോഗ് കൊടുക്കുന്നു അതുണ്ട്. അതിന് മുമ്പേ വരെ ഇവരെന്താണൊന്നും പറയാത്തെ. ലാസ്റ്റ് ഒരു ആന്ന് പറയേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതിന് ഇങ്ങനെ ആക്കി ലാസ്റ്റ്. പക്ഷെ ലാസ്റ്റ് ഒരു ഡയലോഗ് കൊടുത്തിട്ടുണ്ട്, അത് തികച്ചും യോജിക്കുന്നുണ്ട് അമ്മമാരെ.
അതിനോട് എല്ലാരും ഡയലോഗ് ഒറ്റ ഡയലോഗ്. ആ പെണ്ണുങ്ങൾ കാണുമ്പോ എല്ലാരും ചിരിക്കുന്നു. ആരി അതിന്റെ പാക്കിൽ ഇരുന്നാലും ചിരിക്കുന്നുണ്ടായ പെണ്ണുങ്ങളെ. അപ്പൊ ഗൈസ് അത്രേ ഉള്ളൂ അല്ലേ? എല്ലാരും വന്ന് കാണും. എന്തായാലും ലീവാണ് 3 ദിവസം. അതുകൊണ്ട് നമ്മളിനി കാന്താര 2-ന്റെ കാന്താര എപ്പോ ഇറങ്ങുന്നത്? വ്യാഴാഴ്ച വ്യാഴാഴ്ച ബുക്ക് ചെയ്താ ഓക്കെ. നമ്മ വ്യാഴാഴ്ച വരും. കണ്ടിന്യൂസ് ആയിട്ട് ആദ്യമായിട്ടാണ് തോന്നുന്നത് കുറച്ച് ലോങ് അല്ലേ? ഓരോ കാരണം കൊണ്ടാണ് എല്ലാരും ഒഴിവായത്. എല്ലാരും പിന്നെ കുറച്ചാള് സിനിമ ഉണ്ടായിട്ടാ മറ്റേ ലോകേന് ശേഷം ലോക ഇത്ര ഹിറ്റ് ആയോണ്ട് ഇറക്കാൻ മടിച്ചിട്ടാന്ന് തോന്നുന്നു. അല്ല അത് ഓണം കഴിഞ്ഞാട് ഒരു ഇതുണ്ടാവും, ഒരു ഡൗൺ സ്റ്റേജ് ഉണ്ടാവും. എന്നാലും ഇത് ലോകം എന്താ ഒട്ടിട്ട് ഇറക്കാത്തെന്ന് വെച്ചാൽ 3 ദിവസം ലീവല്ലേ? ഇതിന്റെ ലീവെല്ലാം വരുന്നില്ലേ? മറ്റേ ദുൽഖർ വിളിച്ച് പറഞ്ഞ ഇന്നലെ അങ്ങനെ പറഞ്ഞ പിന്നെ എപ്പോ വിളിക്കുന്നു നല്ല റിവ്യൂ പറയണം. സൈൻ ചെയ്ത് കൊടുക്കാൻ ടൈം ഉണ്ടാവില്ല, കേസ് എല്ലാം എന്തെല്ലാം പറഞ്ഞേടാ അന്ന് അങ്ങനല്ല. ഇത് ഒഴിവാക്ക്. അത് പറഞ്ഞോ എന്നാണ് മറ്റേ വണ്ടി കേസ് ദുൽഖറിന്റെ പറഞ്ഞോ. അനക്കറിയില്ല വണ്ടി കേസ്. ഗൈസ് അപ്പൊ അവര് നടന്മാരായോണ്ട് ഇനി 10 വേണ്ടവര് വന്ന് കാണുക, വേണ്ടാത്തവര് കാണുവും വേണ്ട. വിജയന്റെ കാര്യം പറഞ്ഞാല് അണ്ണന്റെ കാര്യം പറയാം. ഗൈസ് അപ്പൊ എല്ലാരും വന്ന് കാണുക. വിവാദാക്കണം. നീ ശാന്തിയിലാന്ന്, ശാന്തിയിലാ പോകുന്നത്. എല്ലാരും വരുന്നവര് കാണുക, പോകുന്നവര് വേണ്ട.